നീ കൈ ഉണ്ടെന്ന് എങ്ങനെ കാണിച്ചേ? നിർത്താനായിട്ട്. ഓ അതായിരുന്നു. അല്ല പിന്നെ തലയിൽ എന്തിനാ ചാക്ക് വെച്ചാൽ ഭംഗിയുള്ളതായിരിക്കാന്ന് പറഞ്ഞാൽ മതിട്ടാ. പെട്ടെന്ന് എന്തൊരു മണം പറഞ്ഞേ. വാടാ. മനുഷ്യനായ ധൈര്യമാണ് വേണ്ടത്. ധൈര്യം. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നു വീണാലും പതറാതെ നമ്മൾ മുന്നോട്ട്. അയ്യോ ബാബു, പാമ്പല്ലേ. നല്ല ധൈര്യമുള്ള. വെറുതെ നീ എങ്ങടാ വിരിയാൻ ഓടിയത്? തെണ്ടി. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയാണ്. പേടിത്തൂരില്ലേ? ആ ഭഗവാന്റെ തോക്കിൽ എത്രയുണ്ട് ഉണ്ടാവുമോ എന്തോ. രണ്ടുണ്ടകൾ, ശ്രീകലയും ശ്രീദേവിയും. വൃത്തിയോട് പറഞ്ഞു. അയാള് വൃത്തിയോട് കാണിച്ചോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ നടക്കേണ്ടി വന്നേ. എന്താണ്? പേടിച്ചിട്ടാണോന്നറിയില്ല. തടുത്ത് നിർത്തണം. ഉണ്ടാവും. ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും. അതാണ് ശ്രീദേവിയുടെ മുറി. ശ്രീദേവിയുടെ മുറി. വിനയൻജി, എന്തോ ഏ കാം ബഹുത്ത് മുഷ്കിൽ ഹേ. അല്ലേലും നിനക്ക് ഇത്തിരി മുഷ്ക് കൂടുതലാ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ബോംബെയിലേക്ക് അതൊക്കെ സ്ഥിരമാണ്. ആവോ ഉദർ സൈഡ്. ജൽദി പയ്യെ. അധികം മുക്കല്ലേ. നിങ്ങൾ ചാടല്ലേ. നിങ്ങൾ അന്തരീഷ് നിരീഷ്കരോ. വിനയൻ മേരെ സാത്താവോ. ചാക്ക് വേണ്ടേ? കള്ളന്മാരാന്ന് ചോദിക്കും. ഓക്കെ. അല്ല ചാടണ്ടേ. അന്തരീഷ് നരീഷ്കരോ. അതാണ് ശ്രീദേവിയുടെ മുറി. ഇതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ വാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാം കർണ ചാഹിയെ. അല്ല, ഈ വീടിന്റെ ഘടനയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ ആദ്യം ചന്ദ്രമേസ്തിയുടെ വീട്ടിൽ കയറാം. എന്തിന്? അല്ല, നിനക്ക് ഇതിന്റെ ഘടന അറിയണമല്ലോ. കേറാനുള്ള വഴി നോക്കടാ. ഏതാണോ ആ വഴി? ഓപ്പറേഷൻ പ്രകാരം ലെഫ്റ്റ് അല്ല റൈറ്റ് ആയിരിക്കും. ഇവനോട് പോയി. വിനയാ എടാ വിനയാ. ഇപ്പൊ എന്തോ വേണം? എന്തു വേണം? ഈ പ്ലാന്റ് ഞാനല്ലേ, മെഹുന ലീഡർ. അതുകൊണ്ട് മേ ആകെ ചെല്ലുങ്ക, നീ പീച്ചേ വാ. പൂച്ച എപ്പോഴും ലീഡറിന്റെ ബാക്കിൽ നടക്കണം. പയ്യെ ബാക്കിൽ നിന്ന് ഓടിക്കളയരുതിട്ടാ. നല്ല ധൈര്യമുള്ളല്ലോ ഭഗവാനെ. കേറില്ല ഓപ്പറേഷൻ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് അല്ലേ. അയ്യേ എന്തുറ്റി? അപ്പി. പിന്നെ കൊണ്ടുനടക്കുന്നതിന് കുഴപ്പമില്ല, കണ്ടാണ് നല്ല കുഴപ്പം. ഇങ്ങനെയാണോ ഞാൻ പോകുമ്പോ? നീ പറഞ്ഞു തുലക്കി. പ്ലാനിങ് ഓപ്പറേഷൻ പ്ലാനിങ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. പേടിക്കണ്ട. പണ്ടാറടങ്ങി ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല. നിനക്കെങ്ങനെ അറിയാം? ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ഏണി ഉണ്ടാവും. പിന്നെ ലീഡറിനെ വലിയ ചോദ്യം ചെയ്യൽ വേണ്ട. സംസാ ചോദ്യം ചെയ്യാൻ നടക്കും ബദ്മാഷ്. നീ എപ്പെട്ടപ്പോ നോക്കിക്കാണ് ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഞാൻ. അവരെ പിന്നാമ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചാടിയാലോ? എന്തിന്? മുറി കാണാം. ആരുടെ മുറി? ശ്രീദേവിയുടെ. അന്തരീഷ് നിരീഷ്കരോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ഏണി കയറ്റിയതും ഭഗവാൻ. വിനയൻജി, ഈ ഏണി നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഏണിയാവാതിരുന്നാ മതിയായിരുന്നു. ശുഭാപ്തി വിശ്വാസം. അങ്ങനെ ഒരു സാധനമുണ്ട്. നിക്ക് ആക്രാന്തനി. ലീഡർ കയറട്ടെ. ഇതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ആ പേഴ്സ് എടുത്ത് കള്ളന്മാരെന്ന് ചോദിക്കൂ. എന്തോടാ ഇത്? എന്താ നിങ്ങളുടെ താഴോട്ട് ഇറങ്ങിക്കേ. അവള് മേളിലല്ലേ, നീ മേളിലേക്ക് വാ. അവള് മേളിൽ ഓപ്പറേഷൻ ബസ്സിലെ കിളിയുടെ ഒളിച്ചോടിയോൾ എങ്ങനെയാടാ നിന്റെ പേഴ്സിനകത്ത് നിന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്നു? സത്യം പറഞ്ഞു. ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയണ്ടേ? നിന്റെ അടുത്തല്ല പറയാൻ പറഞ്ഞു. എടാ, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച നിന്റെ കാര്യം അറിയാലോ. പറ്റിപ്പോയി. പണ്ടിവിടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ നിധിയ എന്റെ ശ്രീകല. നിന്റെ ശ്രീകലയാ? അപ്പൊ ആ കിളിയാ? അവൻ കിളിയല്ല, പിന്നെ ഹംസമായിരുന്നടാ. ഹംസം. എനിക്കൊന്നും മനസ്സിലായില്ല. ഫ്ലാഷ് ബാക്കാ. ഹംസം. ഇത് പിടിക്കും. തരട്ടെ. എന്താ പിടിക്കുന്നു? തന്നോട്ടെ. ചിരിച്ചു മോനെ. ഉമ്മ.
നാളെ പോവാം. നാളെ എപ്പോ? രാത്രി പോവാം. ഉം. പിന്നെ വരുമ്പോ സ്വർണ്ണവള, മാല, അരഞ്ഞാണം എല്ലാം എടുത്തോ. അല്ല അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? ഉം. ആ അതെ, ഉം. എനിക്കൊരു പേടി. അച്ഛനെങ്ങനെ തോക്കെടുത്തോണ്ട് വന്ന എന്ത് ചെയ്യും? ഞാൻ ഓടും. അല്ല തോക്കെടുത്തോണ്ട് വന്നാ ഫൈറ്റ് ചെയ്യും. ശരിക്കും? ഇവളുടെ ഒരു എന്നുവെച്ചേ സത്യം, ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി ഈ സ്ത്രീകളെ ഗഗം വിട്ടു കൊടുക്കൂല. നിർത്തറ. ഈ സീനിൽ നീർ എവിടെ നിന്ന്? ഈ സീ മാത്രമല്ല, ഈ കഥ തന്നെ എഴുതേക്കണ നിറാശാനല്ലേ. ഓഹോ, ആ സ്വന്തം അച്ഛനെ പോലെ കരുതി നീറാശാൻ വരെ ഇത് മറച്ചു വെച്ചു അല്ലേ? എല്ലാത്തിനും കാരണം നീയും അവളുവാ. പിന്നെ അവളല്ല, പിന്നെ എടത്തിയമ്മ ബാബിജി. ബാബിജി ഒറ്റ കുത്തു വെച്ചെന്നുണ്ടല്ലോ. എടാ നീ ബോംബെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എവിടുന്ന ഹിന്ദി? ഞാൻ ടൗണിലേ ടൂട്ടൂർ കോളേജിന്റെ മേളിലാ താമസിക്കണേ. അങ്ങനെയാ ഹിന്ദി. അവന്റെ മറ്റൊരു അധോലോകം. എടാ തെണ്ടി, നീ ഒറ്റ ഒരുത്തം കാരണം ഈ രണ്ട് കരക്കാർ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്ക് ശ്രീദേവി ഒന്നും കാണാൻ പോലും പറ്റത്തില്ല, അറിയോ? അറിയരുത്. എന്താ? ഭഗവാൻ യാതൊരു കാരണവശാലും അറിയരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹം ഏക് പരിവാർ ഹേ. ഇനി നീ ഒരൊറ്റ അക്ഷരം ഹിന്ദി പറഞ്ഞ അടിച്ചതിന്റെ പരിപ്പി ഇളകും. ഹിന്ദി വേണ്ട. ശ്രീദേവി നിനക്ക് കിട്ടാനും ശ്രീകലയുമായി എനിക്ക് നാട്ടിൽ വരാനും ഇനി രണ്ട് വഴിയുള്ളൂ. എന്താണ്? ഒരെണ്ണം ആ തോക്കടിച്ച് മാറ്റുക, ഇല്ലെങ്കിൽ ഭഗവാനെ തട്ടുക. തേവര് വിചാരിച്ച പോലും ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കും. ആദ്യമേ വന്ന കാര്യം നടത്താം. ഓക്കെ, അളിയൻ കയറിക്കോ. എന്താ നമ്മളിപ്പോ ശരിക്കും അളിയന്മാരായില്ലേ? അളിയ അളിയൻ. അപ്പൊ കയറിക്കോ. കറങ്ങാമ്പ് ഭഗവാന്മാരെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. കയറിക്കോളാ. നിക്ക് പോണ വഴിക്കേ ഇതും കയ്യിലിരിക്കട്ടെ. ഇതാ ബോംബെയിൽ എങ്ങനെയായിരിക്കും അല്ലേ? നീ ബോംബെന്ന് മുന്നിൽ പോയിട്ട് തേണ്ടി ബോംബെന്ന് മുന്നിൽ അടിക്കിന്റെ ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, തീരുന്നില്ലല്ലോ. അയാള് വെട്ടിയ കയറുന്തോറും ഏണിയുടെ നീളം കൂടുകയാണോ? ആ അതേ നിൽക്കണ. ഈശ്വര, പുസ്തകം വായിക്കുക. ആ അയ്യോ, അച്ഛനമ്മ ഉറങ്ങിയിട്ടില്ല. അയ്യോ വാങ്ങവണ. അപ്പൊ തനിച്ചല്ലേ? ഏയ്, എല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ കാണാതെ കരഞ്ഞോണ്ടിരിക്കാന്ന്. പാട്ടും കേട്ട് ബോബനും മോളിയും വായിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? പൊക്ക അവിടുന്ന്. അച്ഛൻ വേറെ ആലോചനകൾ നോക്കുന്നുണ്ട്. ഏത് കാമുകന്മാരുടെയും പ്രതിസന്ധിയാടി അമ്മായിപ്പന്മാരുടെയും ഇമാതിരി ഊള ആലോചനകൾ. നമ്പീശൻ അച്ഛന്റെ കൈ നോക്കി. ആയുർരേഖ നീളുന്നു, മകൾക്ക് ശുഭമംഗല്യം എന്നൊക്കെയല്ലേ? അല്ല, പിന്നെ അച്ഛൻ ആരെയോ കൊല്ലുന്നാ പറഞ്ഞ. ഈ തമാശ പറയാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞു? അല്ല, ഇപ്പൊ വരാം. എന്തോ തരാനാണല്ലോ. വേണ്ട, അതിലും മധുരമുള്ളത് അവളെ തരാൻ പോവാ. നല്ല പുള്ളിയോട്ടോ. മിനിയേട്ടാ, ഇത് മാധവേട്ടന് കൊടുക്കണം. എന്താ ഇത്? മിനിയേട്ടാ, ശ്രീദേവി ടോക്കീസ് എന്നും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ടാക്കേസ് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ ടോക്കീസിന് വേണ്ടിയിട്ടല്ലേ. ഇത് മാധവേട്ടന് കൊടുക്കണം. അല്ല, അത് വിനയേട്ടാ, കളിയല്ല. അച്ഛൻ വളരെ കാര്യമായിട്ടാ 2 ദിവസമായി ഹാലടങ്ങി നടക്കുക. ഉത്സവം നടത്താൻ പോലും പോവാതെ അച്ഛൻ എവിടെ ഇരിപ്പാ? ഉത്സവം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താനാ. വിനയേട്ടന് എന്താ ഒന്നും മിണ്ടാത്ത? നമുക്ക് ചേച്ചി പോയതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോവാം. ഒളിച്ചോടാനാ? ഈ കയ്യെന്നെടുത്ത് എന്നിട്ട് വേണം ഉണ്ട് എന്നെ നെഞ്ചത്തോട്ട് തുളച്ച് കയറാൻ. കൊള്ളാം,
എടാ ഏ ഒളിച്ചോടാന്ന്. ഹി, ഒരേ ചോരയില്ലേ അങ്ങനെ പറയൂ. ഒളിച്ചോട്ട രക്ത ഇവളും പോവും. അപ്പോഴേക്കും പണിഞ്ഞോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്നോട് മിണ്ടണ്ട. പിണങ്ങിയടാ. അയ്യോ പാട്ടുപാട് പാട്ടുപാട്. ബോംബെയിൽ അല്ല നീ പാടിക്കോ. സിനിമയിലേക്ക് ഇങ്ങനെ നീ പാട്. പാടല്ലേ? ആ